ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു നാടൻ കോഴി വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 4 സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഓയിൽ ചെയ്യുക, വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ അത് കുക്കറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിലോ അല്ലാതെ വേറെ ഏതെങ്കിലും പാത്രത്തിലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഒരു 4 തക്കാളി വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടുമ്പോൾ ഉള്ളി തക്കാളി എല്ലാത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മസാലകളൊക്കെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മസാലയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയത്ത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. തൈരും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇത് നാടൻ ചിക്കൻ ആകുമ്പോൾ കുറച്ചും കൂടെ വേവ് കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ്റെ അത്രയും പെട്ടെന്ന് വേവില്ല കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടാണ് വേവ്. അതുകൊണ്ട് കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് കുക്കർ അടിച്ച് വെച്ചിട്ട് നമ്മളൊരു 2-3 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസിലൊക്കെ വന്നതിന് ശേഷം തുറന്നിട്ട് ഒന്നും കൂടെ തീയൊന്ന് കത്തിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക്, മുളക് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പത്തിരി, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.